നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ പ്രകാരം അടുത്ത ഘട്ടം ബന്ദികളെ നാളെ മോചിപ്പിക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതോടെ ഗാസയ്ക്ക് നേരെയുള്ള യുദ്ധഭീതി ഒഴിയുന്നു. ബന്ദികളെ 6 അമേരിക്കൻ വംശജരെയും ഹമാസ് ഉടൻ മോചിപ്പിച്ചേക്കുമെന്ന് US, ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസ പദ്ധതിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിന്മാറണമെന്നാവശ്യപ്പെട്ട് 143 ഡെമോക്രാറ്റിക് പ്രതിനിധികളും അമേരിക്കയിലെ ജൂത വിഭാഗവും രംഗത്തെത്തി. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ തടസ്സങ്ങളും നീക്കുമെന്ന് മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഉറപ്പ് നൽകിയതോടെയാണ് നേരത്തെയുള്ള ധാരണാപ്രകാരം അടുത്തഘട്ട ബന്ദികളെ നാളെ മോചിപ്പിക്കാൻ ഹമാസ് തീരുമാനിച്ചത്. ശനിയാഴ്ച 3 ബന്ദികളെയും വിട്ടയക്കും. ശനിയാഴ്ച ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് ആശങ്കകൾക്ക് ഇടവരുത്തിയിരുന്നു. എല്ലാ ബന്ദികളെയും നാളേക്കകം വിട്ടയച്ചെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും താക്കീത് ചെയ്തു. തങ്ങളുടെ പിടിയിലുള്ള ബന്ദികളിൽ 6 US വംശജരെ ഹമാസ് മോചിപ്പിച്ചേക്കുമെന്ന് അമേരിക്കൻ, ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഹമാസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഔഷധ, ഇന്ധന വിതരണം, ഗാസയിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കൽ, ഉപകരണങ്ങൾ എത്തിക്കുക എന്നീ കാര്യങ്ങളിൽ ഉടൻ നടപടി വേണമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചു. 2ഉം 3ഉം ഘട്ട വെടിനിർത്തൽ ചർച്ച ഉടൻ ആരംഭിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. ഇതിനിടെ ഫലസ്തീനികളെ പുറന്തള്ളി ഗാസ ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ അപകടകരമായ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയിലെ 143 ഡെമോക്രാറ്റിക് പ്രതിനിധികൾ രംഗത്തെത്തി. ഗാസ ഏറ്റെടുക്കാൻ ആഗോളതലത്തിൽ US നയത്തിന് വൻ തിരിച്ചടിയുണ്ടാകുമെന്ന് ട്രംപിന് കൈമാറിയ കത്തിൽ ഇവർ ആവശ്യപ്പെട്ടു. ട്രംപിന്റെ ഗാസ പദ്ധതി വിമർശിച്ച് 350 ജൂത റബ്ബികളും ആക്ടിവിസ്റ്റുകളും രംഗത്ത് വന്നു. പദ്ധതിയിൽ പ്രതിഷേധിച്ച് ന്യൂയോർക്ക് ടൈംസിൽ ഇവർ ഫുൾ പേജ് പരസ്യം പ്രസിദ്ധീകരിച്ചിരുന്നു. വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള ബന്ദിമോചനം തുടരുമെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശനിയാഴ്ച 3 ബന്ദികളെ മോചിപ്പിക്കും. ഗാസയിലേക്കുള്ള സഹായ ട്രക്കുകൾ ഇസ്രായേൽ അനുവദിച്ചതോടെയാണ് ഈ തീരുമാനമുണ്ടായത്. ശനിയാഴ്ച മുഴുവൻ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ യുദ്ധം തുടരുമെന്നായിരുന്നു ഇസ്രായേൽ ഭീഷണി. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസ കത്തിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിൽ ഇസ്രായേൽ ഗൗരവം കാണിക്കുകയാണെങ്കിൽ കരാർ പാലിക്കാൻ തങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് മുതിർന്ന ഹമാസ് നേതാവ് ഖാസിം നയീം പറഞ്ഞു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഗാസയിലേക്കുള്ള അടിയന്തര സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുകയും 25 ഫലസ്തീനികളെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഖാസിം നയീം വ്യക്തമാക്കി. US പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യത്തോട് വഴങ്ങിയില്ലെങ്കിൽ ഹമാസിനെതിരെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. മന്ത്രിസഭാ യോഗശേഷമാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. വെടിനിർത്തൽ അവസാനിപ്പിക്കുമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ എത്ര ബന്ദികളെ മോചിപ്പിക്കണമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാത്ത പക്ഷം ഇസ്രായേൽ സമാധാന കരാർ റദ്ദാക്കണമെന്നും നരകം തുറക്കട്ടെ എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് ബന്ദിമോചനം അനിശ്ചിതകാലത്തേക്ക് വൈകിപ്പിക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം. വടക്കൻ ഗാസയിലേക്ക് മടങ്ങി വരുന്നവരെ ഇസ്രായേൽ സൈന്യം തടയുന്നുവെന്നും സഹായ വസ്തുക്കൾ എത്താൻ അനുവദിക്കുന്നില്ലെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.